തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ചെറിയ ക്യാബേജ് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക, ഒരു സവോള, കറിവേപ്പില. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് കഴിക്കുന്നതും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ എരിവൊന്നും ചേർക്കാത്തത്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായ ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ബീറ്റ്റൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും ഇതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എരിവ് കൂടുതലായിട്ട് വേണം എന്നുള്ളവർക്ക് പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് അതും ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്തേക്ക് നമുക്ക് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മുട്ടയും പച്ചക്കറികളും എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചിക്കി വറുത്തെടുക്കാം. ഗോതമ്പ് മാവ് കുഴച്ച് ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചിക്കി വറുത്തത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡും പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒട്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് പ്രസ് ചെയ്താലും അത് ഒട്ടി വരും. ഇതുപോലെ നമുക്കെല്ലാം തന്നെ ഫില്ല് ചെയ്ത് എടുക്കാം. ഞാനിവിടെ എല്ലാം തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, 2 സ്പൂൺ ഒഴിച്ചാൽ മതി. ഇവിടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് പൊള്ളിച്ചെടുക്കുന്നത്. ഇവിടെ ഒരു സൈഡ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് അതിൻ്റെ മറുവശവും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഒരു സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.